നമ്മളേവരും വളരെ വൈകാരികമായി കേൾക്കുന്ന ഒരു പേരാണ് നിമിഷപ്രിയ എന്ന മലയാളി നേഴ്സിൻ്റെ പേര്. പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ 2012 യമനിലെത്തുകയും 2017 ഒരാളെ യമൻ പൗരനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന ഞെട്ടിക്കുന്ന സത്യം നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു. നിമിഷപ്രിയയ്ക്ക് അവിടുത്തെ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. അവിടുത്തെ പരമോന്നത സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചു. അങ്ങനെ ഇക്കഴിഞ്ഞ ജൂലൈ 16 നിമിഷപ്രിയയെ തൂക്കിലേറ്റുമെന്നായിരുന്നു പൊതുധാരണ. പക്ഷേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും അതുപോലെ തന്നെ അവിടുത്തെ മതപണ്ഡിതന്മാരുടെ ഇടപെടലിനെ തുടർന്ന് ആ വധശിക്ഷ നീട്ടിവെച്ചു. ഇതിങ്ങനെ നീട്ടിവെച്ച കാര്യം നീണ്ടു പോവുകയാണ് എന്നാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ആരോപിക്കുന്നത്. അയാൾ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടറെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും ഒക്കെ പോയി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ വധശിക്ഷ നീട്ടിവെച്ചു, അത് എന്നാണ് നടപ്പാക്കുക എന്നറിയണം, ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഈ പറയുന്ന കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ വധശിക്ഷ റദ്ദാക്കി എന്ന തലത്തിലാണ്. വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടോ? വധശിക്ഷ റദ്ദാക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അറിയണം. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങളാരും ദയാധനം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അയാൾ എഴുതുന്നത്. FBയിൽ അയാൾ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്ക് സാമൂഹിക നീതിയാണ് വേണ്ടത്. ഞങ്ങളുടെ സഹോദരനാണ്, എൻ്റെ സഹോദരനാണ് കൊല്ലപ്പെട്ടത്, അതുകൊണ്ട് നീതി വേണം. ഈ കാന്തപുരം പറയുന്നത് പോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ അവിടുത്തെ പണ്ഡിതനോ മുസ്ലിം പണ്ഡിതനോ ഒന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല. ആർക്കും കാശ് വാഗ്ദാനം ചെയ്തിട്ടുമില്ല. ആരും കാശ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് വധശിക്ഷ റദ്ദാക്കിയതായി കേരളത്തിൽ മാധ്യമ പ്രചരണങ്ങൾ നടക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും വെട്ടിലാകുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. കാന്തപുരം പറഞ്ഞത് എന്താണ്? കാന്തപുരം കഴിഞ്ഞ ദിവസവും ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചിരുന്നു, നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. ഞാൻ ഇടപെട്ടത് മതപരമായ സാഹചര്യങ്ങൾ, മതപരമായ സാധ്യതകൾ, അതുപോലെ രാജ്യത്തിൻ്റെ സാധ്യത, ഈ രണ്ട് സാധ്യതകളും ഉപയോഗിച്ച് നമ്മുടെ സഹോദരിയായ കേരളത്തിൻ്റെ മകളായ നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഞാനിന്ന് ഇടപെട്ടു. അപ്പോൾ വധശിക്ഷ റദ്ദാക്കിയെന്ന് അവിടുത്തെ ഔദ്യോഗിക വൃത്തങ്ങൾ ഞങ്ങളെ അറിയിച്ചു. അതുമാത്രമേ അറിയിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ക്രെഡിറ്റ് അടിക്കാൻ ചില ആളുകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട, നന്മ സംഭവിച്ചാൽ മതി എന്നാണ് കാന്തപുരം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ കാന്തപുരം പറഞ്ഞതിനെ, അതായത് വധശിക്ഷ റദ്ദാക്കി എന്ന് പ്രഖ്യാപിച്ചതിനെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, തീർച്ചയായിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിന് അവിടെ എംബസി ഒന്നുമില്ല. യമനിൽ അസ്ഥിര ഭരണം നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് എംബസിയില്ല. നമുക്ക് സർക്കാർ തലത്തിൽ കാര്യമായി ഇടപെടാൻ കഴിയുകയുമില്ല നിമിഷപ്രിയയുടെ കാര്യത്തിൽ. ഏതായാലും കാന്തപുരം ക്രെഡിറ്റ് അടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ക്രെഡിറ്റ് വാദം അവിടെ യമനിൽ ഉന്നയിക്കപ്പെടുന്നത് കാന്തപുരം പറയുന്നത് പച്ചക്കള്ളമാണ്. കാന്തപുരം പെരുങ്കള്ളനായി അഭിനയിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നാണ് ഈ തലാലിൻ്റെ സഹോദരൻ പറയുന്നത്. അതുമാത്രമല്ല, തലാലിൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ പോയിട്ട് ചോദിച്ചിരുന്നു, എന്ന് നടപ്പിലാക്കുമെന്ന തീയതി നിങ്ങൾ പ്രഖ്യാപിക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം യമനിലെ നിയമങ്ങളെക്കുറിച്ചാണ്. യമനിലെ നിയമങ്ങൾ പഠിച്ച ആളുകൾ പറയുന്നത്, അവിടെ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അയാളുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ മക്കൾക്കാണ് ദയാധനം ചോദിക്കാനും മാപ്പ് നൽകാനുമുള്ള ആദ്യത്തെ അധികാരം ആ മക്കൾക്കാണ്. രണ്ടാമത് രക്ഷിതാക്കൾക്കാണ്. സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ഇക്കാര്യത്തിൽ ഈ അപ്പനോ അമ്മയോ ജീവിച്ചിരിപ്പില്ല, മക്കൾ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇടപെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തലാലിൻ്റെ സഹോദരൻ എത്ര ഗീർവാണം മുഴക്കിയാലും നിമിഷപ്രിയയുടെ കേസുമായി അത് ബന്ധപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് അവരുടെ നിയമം അനുശാസിക്കുന്നുവെന്ന് ഒരു വാദവുമുണ്ട്. അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകനായ സാമുവൽ, അതുപോലെ നിമിഷപ്രിയയുടെ അമ്മ, നിമിഷപ്രിയയുടെ ഭർത്താവ്, മകൾ, ഇവരൊക്കെ യമനിലുണ്ട്. അവരൊക്കെയും ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് മോചനം, ജീവനോടെ അമ്മയെ കാണണം, അമ്മയെ തിരികെ നാട്ടിൽ കൊണ്ടുപോകണമെന്ന് മകൾ ആവശ്യപ്പെടുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാന്തപുരത്തെ കടന്ന് ആക്രമിക്കുന്നതിലൂടെ ഈ തലാലിൻ്റെ സഹോദരൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? തലാലിൻ്റെ സഹോദരന് തലാലിന് നീതി വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അങ്ങനെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന തരത്തിൽ കേരളത്തിൽ നടത്തുന്ന പ്രചരണം നുണയാണ് എന്ന് തെളിയിക്കപ്പെടുക കൂടി വേണം. കാരണം അവിടെ നിന്ന് ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചാൽ ആ അറിയിപ്പ് ഇന്ത്യയിലെത്തിക്കഴിഞ്ഞാൽ മനസ്സിലാകും കാന്തപുരം പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന്. നിലവിൽ കാന്തപുരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വധശിക്ഷ റദ്ദാക്കി എന്ന് തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോളൂ, തനിക്ക് ആ ക്രെഡിറ്റ് വേണ്ട, താൻ മതത്തിൻ്റെ സാധ്യതകളും രാജ്യത്തിൻ്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്തി മാത്രം ചെയ്ത ഒരു നല്ല കാര്യം മാത്രമാണ് ഇതെന്നാണ് കാന്തപുരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ കാന്തപുരത്തെയാണ് തലാലിൻ്റെ സഹോദരൻ അടച്ച് ആക്ഷേപിക്കുന്നത്.